അസ്സാം വലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ അലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയ സഹോദരങ്ങളെ, വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിവരുന്ന ലിബറലിസം സർവനാശം എന്ന പ്രമേയത്തിലുള്ള ജനകീയ വിചാരണ അൽഹംദുലില്ലാ നമ്മുടെ പാലക്കാട് കോട്ട മൈതാനിയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചില വിഷയങ്ങളാണ് ഇവിടെ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. നാം ഒന്നും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തുമോ എന്ന് പോലും ചിന്തിച്ചു പോയേക്കാവുന്ന, എന്നാൽ വളരെ കൃത്യമായി നേരിട്ട് തന്നെ നമ്മെ ബാധിക്കുന്ന, നമ്മെ കുടുംബത്തെ ബാധിക്കുന്ന, നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന, നമ്മുടെ മക്കളെ അടക്കം ബാധിക്കുന്ന, വരും തലമുറയെ തന്നെ ബാധിക്കുന്ന വലിയ വിനാശകരമായ, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിരിക്കുന്ന വിഷയങ്ങളെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ മഴവില്ലിൽ പൊതിഞ്ഞ ചില വൈകൃതങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയം പ്രത്യേകിച്ചും LGBTQIA+ എന്നൊക്കെ പറയുന്ന വാക്കുകൾ, സെക്സ്, ജെൻഡർ, സാമൂഹ്യ നിർമ്മിതിയാണോ ഒരു ജെൻഡർ എന്ന ചർച്ചകളൊക്കെ വളരെ സജീവമായി കേരളത്തിൻ്റെ ചിന്താമണ്ഡലങ്ങളിലും ഒരു ചർച്ചാ പരിസരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞൊരു 1.5 വർഷമായി ഇത്തരം ചർച്ചകൾ സജീവമാണ്. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പല രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ഇതിനൊരു ഗൗരവം അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിലേക്ക് ഒന്നിനോട് ഉദാഹരണം മാത്രം ഞാൻ പറയാം. ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതിനൊരു ഗൗരവം ബോധ്യപ്പെടുത്താണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജില്ലയുടെ തൊട്ടപ്പുറത്തെ ജില്ല മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ 1.5 മാസം മുമ്പ് നടന്ന ഒരു പ്രൈഡ് മാർച്ചിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പ്രൈഡ് മാർച്ച് എന്ന പേരിൽ ചില വൈകൃതങ്ങളെ നോർമലാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറേയധികം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അർദ്ധനഗ്നകളായ സ്ത്രീവേഷം ധരിച്ച പുരുഷന്മാരെയും പുരുഷവേഷം ധരിച്ച സ്ത്രീകളെയും നമുക്ക് വളരെ ആഭാസകരമായ രൂപത്തിൽ വൾഗറായിട്ടുള്ള പല ഡ്രസ്സിങ്ങിലും വന്ന് കുട്ടികൾക്കൊന്ന് കണ്ണു തുറന്ന് നോക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ മലപ്പുറം ടൗണിൽ വെച്ച്, ഇവിടുന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരം മലപ്പുറത്തേക്കേ ഉള്ളൂ അല്ലേ, ആ ടൗണിൽ പോലും അത്തരത്തിലുള്ള ആഭാസങ്ങൾ സംഘടിപ്പിക്കുന്ന തലത്തിലേക്ക് ഇത്തരം ആളുകൾ മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇത് വളരെ സുന്ദരമായി തന്നെ ഈ പോക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടിന് ചുറ്റും പരിസരങ്ങളിലൊക്കെ എത്താൻ വലിയ കാലതാമസമൊന്നും വേണ്ട. രണ്ടാമത്തെ ഒരു ഉദാഹരണം മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ക്രിസ്മസ് വെക്കേഷന്റെ സമയത്ത് കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NSS ക്യാമ്പുകളിലേക്ക് പോകാറുണ്ട്. വളരെയധികം പഠനത്തിൽ മികച്ചു നിൽക്കുന്ന സെലക്റ്റഡായ കുറച്ച് കുട്ടികളെ മാത്രം സോഷ്യൽ സർവീസിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകം കൊടുക്കുന്ന ക്യാമ്പാണ് NSS ക്യാമ്പുകൾ. ആ ക്യാമ്പുകളിൽ പഠിപ്പിക്കപ്പെട്ട വിഷയം കുറച്ചധികം ചർച്ചയാവുകയുണ്ടായി അല്ലേ. കേരളത്തിന്റെ ചർച്ച പിന്നെ പല സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ NSS ക്യാമ്പുകളിൽ പഠിപ്പിക്കുന്ന സാമൂഹ്യ സേവനം എന്ന വ്യാഖ്യാനം നടത്തുന്ന ചില പഠിപ്പിക്കലുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക മൊഡ്യൂളുകൾ, അത് കൃത്യമായി ഇത്തരം ജെൻഡർ രാഷ്ട്രീയങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ കണ്ടു. ഇതിനു വേണ്ടി പലപ്പോഴും സർക്കാർ തലത്തിൽ തന്നെ നമുക്കൊരു ജെൻഡർ മന്ത്രി ഉണ്ട് അല്ലേ. അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ ചില ട്വീറ്റുകളൊക്കെ കുറച്ച് മുമ്പ് ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രി പറയുന്നത് നമുക്കൊരു ഇത്തരത്തിലുള്ള ഇപ്പൊ നിലവിൽ നിലനിൽക്കുന്ന ഒരു ഹെറ്ററോ നോർമേറ്റീവ് സമൂഹമല്ല വേണ്ടത്, ഇതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ഒരു ഫ്രീഡം ലഭിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഹെറ്ററോ നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എതിർവർഗ ലൈംഗിക സ്വാഭാവികത എന്ന ഒരു സമീപനമല്ല നമുക്ക് വേണ്ടത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതായത് സ്ത്രീയും പുരുഷനും തമ്മിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എന്നും അങ്ങനെയാണ് ഒരു തലമുറ ഉണ്ടാവുക എന്നുമെല്ലാം നമ്മൾ കാലങ്ങളായി മനസ്സിലാക്കി വന്നൊരു കാര്യമാണ് അല്ലേ. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറ്റം വരണമെന്നും വലിയ സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടതെന്നും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇനി സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുള്ളത് അതും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇനി ഇത് രണ്ടുമല്ലാത്ത മറ്റെന്തെങ്കിലും ഒക്കെ രൂപത്തിലാണ് അവർക്ക് ലൈംഗികത തോന്നുന്നതെങ്കിൽ അതും ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന രൂപത്തിൽ ഈ ഹെട്രോ നോർമേറ്റീവ് ആണ് അല്ലെങ്കിൽ എതിർവർഗ ലൈംഗിക സ്വാഭാവികതയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മുടെ സർക്കാർ തലത്തിലുള്ള ഏജൻസികളടക്കം പാഠപുസ്തകങ്ങളുടെ വരെ കുത്തിക്കയറ്റുന്ന NSS ക്യാമ്പുകളിൽ ഇൻജക്ട് ചെയ്യുന്ന രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ അടുക്കൽ ഇത്തരം ചിന്താഗതികൾ LGBTQ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള സംഗതിയൊന്നുമല്ല എന്ന രൂപത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഈ LGBTQ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു 3 തരത്തിൽ ആലോചിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഒന്ന്, LGBTQ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ എന്ന് പോലും അറിയാത്ത, അതൊക്കെ പലപ്പോഴും പല സ്ഥലത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്ന തലത്തിലുള്ള കുറച്ച് ആളുകളെ, നിഷ്കളങ്കരായ കുറച്ച് സാധാരണക്കാരായ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗം എന്നുള്ളത് LGBTQക്കാരായ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ പറയുന്ന കുറേയധികം ന്യായങ്ങളുണ്ട് അല്ലേ.
ഞങ്ങൾ ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ്, ഞങ്ങൾ വളരെ അടിച്ചമർത്തപ്പെട്ട സമൂഹമാണ്, ഞങ്ങൾക്ക് ഇതൊരു സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒന്നാണ്, ഞങ്ങൾക്ക് ശാസ്ത്രീയമായി തന്നെ ഇത്തരം കാര്യങ്ങൾ തെളിയിക്കാൻ സാധിക്കും എന്നൊക്കെ അവർ പറയുന്ന വാദങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന രണ്ടാമത്തെ ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അതായത് എന്താണ് ശരി എന്താണ് തെറ്റി എന്നൊന്നും അറിയാതെ ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി എന്തെല്ലാമാണോ പ്രചരിപ്പിക്കുന്നത് അതിനെല്ലാം ലൈക്കും കമന്റും ഷെയറൊക്കെ കൊടുത്ത് നടക്കുന്ന ഒരു കൂടക്കൂടികളായി ഒഴുക്കനുസരിച്ച് പോകുന്ന ചില മൂന്നാമത്തെ വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു 3 തലത്തിലേക്ക് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. എല്ലാവരോടുമായി വളരെ ആമുഖമായി തന്നെ പറയട്ടെ, ഈ വിഷയത്തിന്റെ അപകടങ്ങളെ വളരെ ആഴത്തിൽ തന്നെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് എത്രത്തോളം എത്തി നിൽക്കുന്നു എന്നതിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അടുത്തൊരു തലമുറയെ തന്നെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ജനകീയ വിചാരണയിൽ നമ്മൾ എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന സംസാരത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ LGBTQIA2SP+ എന്നൊക്കെ പറയുന്ന ഈ ഒരു വലിയ ഒരു സ്പെക്ട്രം ഓഫ് ജെൻഡേഴ്സ് അല്ലെ, LGBTQ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് L എന്നാൽ ലെസ്ബിയൻ, G ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, പിന്നെ ക്യൂർ, 2S അല്ലെങ്കിൽ P പാൻസെക്ഷൽ, എസെക്ഷൽ, ഇതിന്റെ അപ്പുറത്തൊരു പ്ലസ് ഉണ്ട് അല്ലെ. ഇങ്ങനെ തുടങ്ങി എന്തുമാവാം എന്നുള്ള രൂപത്തിൽ തുടർച്ചയായിക്കൊണ്ട് ഒരു വലിയ സ്പെക്ട്രമാണ് ജെൻഡർ എന്ന് പറയുന്ന. ഇവർക്കൊരു കൊടി ഉണ്ടല്ലോ അല്ലെ, മഴവില്ല് എന്ന കൊടി. ഈ മഴവില്ല് പോലെ വ്യത്യസ്തങ്ങളായ നിറങ്ങളെ, വർണ്ണരാജിയിലെ വിവിധ നിറങ്ങളാണ് പല ജെൻഡറുകളെയും പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുന്ന ഇവരുടെ ആശയത്തിലൂടെ അവസാനം ഒരു പ്ലസ് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ എല്ലും ജിയും ബിയും ടിയും പോലെ അല്ലെങ്കിൽ ആൺ പെൺ എന്ന ദ്വന്ദ്വത്തിനപ്പുറത്ത് ഒരുപാടധികം ജെൻഡേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. ഈ പ്ലസിന്റെ അർത്ഥം ഇനി തുടർന്നും ഒരുപാട് സാധനം വരാണ്ട് എന്നുള്ളതാണ്. പല ശാസ്ത്രീയമായ പഠനങ്ങളിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് 72 ജെൻഡർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ. ചിലർ പറയുന്നുണ്ട് 300 ജെൻഡർ ഉണ്ട് എന്ന്. പഠനങ്ങൾ ഇപ്പോൾ ആർക്കും എന്തും പറയാലോ. ഇങ്ങനെ മാനസികമായി പലർക്കും പലതും തോന്നുന്നുണ്ട് എന്നതിന്റെ പേരിൽ അതിനെയൊക്കെ ഒരു ജെൻഡറായിട്ട് അംഗീകരിച്ചു കൊടുക്കുന്ന ആണും പെണ്ണും എന്ന് മാത്രമൊന്നല്ല, ഈ ട്രാൻസ്ജെൻഡർ പോലെ പലതും ഇനിയും വരാനുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 2 ഉദാഹരണം പറയാം. ട്രാൻസ്ജെൻഡർ നമുക്കറിയാം അല്ലെ, മനസ്സിനനുസരിച്ച് ശരീരത്തെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അവരുടെ തോന്നലനുസരിച്ച് അവർക്ക് ഞാനിപ്പോ ഒരു ആണായിട്ടാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെ, എന്നെ കണ്ടിട്ട് ഒരു പെണ്ണാണ് നിങ്ങൾ വിളിക്കണമെന്ന് പറയണമെങ്കിൽ അതാണ് ട്രാൻസ്ജെൻഡർ. എനിക്ക് എന്റെ മനസ്സിൽ പെണ്ണാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങളും അത് അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയുന്ന, മനസ്സിനനുസരിച്ച് ശരീരത്തെ മാറ്റണമെന്നും നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ഇനി ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ പോയി ഈ പ്ലസ് ഉണ്ടല്ലോ, ഇത് പെറ്റി നിൽക്കുന്ന പല അപകടങ്ങളും നമുക്ക് കാണാൻ കഴിയും. വളരെ രസകരമായി നമുക്ക് തോന്നാവുന്ന ചില വൈകൃതങ്ങളിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ട്രാൻസ് റേഷ്യൽ എന്നൊരു സാധനം ഉണ്ട്. ട്രാൻസ് റേഷ്യൽ എന്ന് വെച്ചാൽ റേസുകൾ, വിവിധ റേസുകൾ നമുക്ക് വേറെ വേറെ തോന്നാം. അതായത് ഞാനിപ്പോ ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ് ചിന്തിക്കുക, എന്നെ കാണുമ്പോൾ ഒരു വെളുത്ത വർഗ്ഗക്കാരൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അല്ലെങ്കിൽ യൂറോപ്പിലുള്ളൊരു വ്യക്തി, ആ വ്യക്തി പറയാണ് ഞാൻ ഇപ്പോൾ ഒരു ആഫ്രിക്കക്കാരനായ ഒരു യുവാവാണ് എന്ന് ആ വ്യക്തി പറയുകയാണെങ്കിൽ നിങ്ങളത് അംഗീകരിക്കണം എന്നുള്ളതാണ്. കളർ വെളുപ്പാണോ, അയാൾ ജനിച്ചത് ഒരു വെളുത്ത വർഗ്ഗക്കാരനായിട്ടൊന്നും വിഷയമല്ല, അയാൾക്ക് തോന്നുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടാണെങ്കിൽ നിങ്ങളത് അംഗീകരിച്ചിരിക്കണം എന്നാണ് ട്രാൻസ് റേഷ്യൽ. ഇനി വളരെ രസകരമായ വേറെ സാധനമുണ്ട്, ട്രാൻസ് ഏജ്. ഈ ട്രാൻസ്ജെൻഡർക്ക് പോയി ട്രാൻസ് ഏജിൽ എത്തിയിട്ടുണ്ട്. അതായത് ഏജും അവർക്ക് മാറുന്നതായി തോന്നാം എന്നുള്ളതാണ്, പ്രായവും മാറാമെന്ന്. ഇപ്പൊ എന്നെ കാണുമ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് നിങ്ങൾ തോന്നുന്നുവെങ്കിൽ, ഞാനിപ്പോ പറയാണ് ഞാനൊരു 6 വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതും നിങ്ങൾ അംഗീകരിക്കണം. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എന്റെ തോന്നലാണ് അവിടെ ജെൻഡറായി പരിഗണിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു അപകടകരമായ വാദം. ഇത് പോയി എവിടെ എത്തി നിങ്ങൾ അറിയണം. സ്വന്തമായി വോൾഫ് ആയിക്കൊണ്ടും പട്ടിയായിക്കൊണ്ടും പൂച്ചയായിക്കൊണ്ടും ഒക്കെ തിരിച്ചറിയുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ. സ്ക്രീനിൽ ചിത്രങ്ങൾ കാണാൻ പറ്റും, കുറച്ച് ബ്ലർ ചെയ്തിട്ടാണ് കൊടുത്തത്, മനഃപൂർവ്വം കൊടുത്തതാ, കാണാൻ പറ്റാത്ത രൂപത്തിൽ പല കാഴ്ചകളാണ് കാണുന്നത്. ഒരുപക്ഷെ കുട്ടികളെ കാണിക്കരുത് ഈ കാഴ്ചകൾ. പട്ടികളായി സ്വയം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇന്ന് UK-ലൊക്കെ 10,000-കണക്കിന് ഇത്തരം പട്ടികളായി ഐഡന്റിഫൈ ചെയ്ത ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അവർ കുരച്ചുകൊണ്ടാണ് നടക്കുക. അവരൊരു വലിയ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് അവിടെ, 10,000-കണക്കിന് ആളുകളുടെ കമ്മ്യൂണിറ്റി. ഇങ്ങനെ സ്വയം എന്തായിട്ടാണോ തോന്നുന്നത് അതൊക്കെ അവരുടെ സ്വത്വമായി, ജെൻഡറായി, അവരുടെ ഐഡന്റിറ്റി ആയിക്കൊണ്ട് നമ്മൾ അംഗീകരിക്കണം എന്ന് പറയുന്ന വലിയൊരു സമീപനം നമുക്ക് കാണാൻ കഴിയും. ഇത് പോയി എത്തി നിൽക്കുന്നത് ബെസ്റ്റിയാലിറ്റിയിലേക്കും ശവരതിയിലേക്കും മൃഗരതിയിലേക്കും കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പറയുന്ന പീഡോഫീലിലേക്കും അടക്കമാണ്. ഇങ്ങനെ പോയി ഈ സാധനം വളരെ രസകരമായി മുന്നോട്ട് പോകുന്നത് ഈ സൂഫീലിയ എന്ന് പറയുന്ന സമീപത്തിലേക്കാണ്. ഈ പറഞ്ഞ പോലെ വോൾഫ് ആയിക്കൊണ്ടും പട്ടി ആയിക്കൊണ്ടും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഏത് മൃഗം ആയിക്കോട്ടെ, ജിറാഫ് ആയിക്കോട്ടെ, ഏത് മൃഗമായിട്ടാണ് അവർക്ക് തോന്നുന്നത് അതാണ് ഞങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി ഇത്തരം ലൈംഗിക ആകർഷണങ്ങൾ തോന്നുന്ന ആളുകൾക്കും ഇത്തരം രസകരമായ പല വാദങ്ങളുണ്ട്. അതായത് ചിലർ പറയുന്നത് ഞാൻ ഇനി മുതൽ ഒരു പെൺകുട്ടി പറഞ്ഞത് ഈ ഇടയ്ക്ക്, ഞാൻ ഇനി മുതൽ ഒരു ആണിനെ അല്ല പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ആണുങ്ങളുമായുള്ള പ്രണയം ആവശ്യമേ ഇല്ല, ഞാൻ എന്നെ തന്നെ പ്രണയിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് സ്വയം വിവാഹം ചെയ്ത യുവതിയെ പറ്റി കാണാൻ കഴിയും.
ആ യുവതി ഇപ്പോൾ ഒരു വർഷമായി ഞാൻ സ്വയം വിവാഹം കഴിഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യുന്ന വാർത്തകൾ കാണാൻ കഴിയും. ഇത് പോയി പിന്നെ അടുത്തത് എത്തിയിട്ടുള്ളത് പിന്നെ കാറിനെ പ്രണയിക്കുന്ന ആള്. ഒരു വ്യക്തി തന്റെ BMW കാറിനെ തനിക്ക് വലിയ പ്രണയമാണ്, അതുകൊണ്ട് ഞാൻ കാറിനെയാണ് ഇനി മുതൽ പ്രണയിക്കുന്നത്, എന്റെ പ്രണയം ആണിനോടോ പെണ്ണിനോടോ ഒന്നുമല്ല, എനിക്ക് കാറിനെയാണ് പ്രണയം എന്ന് പറയുന്ന ആളുകൾ. ഇത് പോയി എക്കോസെക്ഷൽ എന്ന് പറയുന്ന ഇപ്പൊ ലേറ്റസ്റ്റ് ആയി വന്ന വാർത്തയാണ് എക്കോസെക്ഷൽ. മരത്തിനെ പോലും വെറുതെ വിടൂലെന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഓക്ക് മരത്തിനോട് പ്രണയം തോന്നുന്ന ഒരു യുവതിയെ പറ്റിയുള്ള വാർത്തയാണ് കാണുന്നത് സ്ക്രീനിൽ. ഈ രൂപത്തിൽ പോയി ഇവരെത്തി നിൽക്കുന്നത്, ഇവർക്ക് തോന്നുന്നത് എന്താണോ അതൊക്കെ ജെൻഡറായി അംഗീകരിക്കണം എന്ന് പറയുന്ന വളരെ അപകടമായ വാദത്തിലേക്കാണ്. ഈ വാദം ഇത് ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ യൂറോപ്പിലുള്ള കുറെ സംഗതികളല്ലേ, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള യൂറോപ്പിലുള്ള സംഗതികളല്ലേ എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെയൊക്കെ മക്കൾ, ഒരു +1 +2 പ്രായത്തിലുള്ള മക്കൾ, അല്ലെ അതിലും താഴെ ആലോചിക്കുക, ഒരു UP ഹൈസ്കൂൾ പ്രായത്തിലുള്ള മക്കൾ, അവരുടെ ചിന്തകൾ പോലും ഇത് എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് ഒരു വീഡിയോ ക്ലിപ്പിൽ മനസ്സിലാക്കാം. വളരെ പ്രസക്തമായ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു TV ഇന്റർവ്യൂവിൽ വന്ന ഒരു വാർത്തയാണ്. അവിടെ ആങ്കർ ചോദിക്കുകയാണ് കുട്ടികളോട്, നിങ്ങൾക്ക് പിന്നെ ഈ ജെൻഡർ മാറുക, സെക്സ് മാറുക എന്നുള്ള വലിയ പ്രശ്നം, സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പേഴ്സണൽ ചോയ്സ് ആണ്. അതില് വേറൊരാൾക്കും അഭിപ്രായം പറയാനോ കുരുവോട്ടേണ്ട കാര്യമില്ല. മറ്റേതെങ്കിലും എതിരഭിപ്രായം ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എനിക്ക് ക്യാമ്പസ് ഒക്കെ എത്ര പുരോഗമനപരമായി ചിന്തിക്കും. കേട്ടല്ലോ അല്ലെ? കുട്ടികളോട് ചോദിക്കുകയാണ്, പിന്നെ ഈ സെക്സും ജെൻഡറും ഒക്കെ മാറുന്നതിൽ പ്രശ്നമുള്ളോ? അപ്പൊ കുട്ടികൾ പറയാണ്, അതിൽ വലിയ കുരുവോട്ടേണ്ട കാര്യമൊന്നുമില്ല, അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് കുട്ടികൾ പറയാ. എന്നിട്ട് ഈ ആങ്കർ, നമുക്കൊക്കെ പരിചയമുള്ള പിന്നെ ആ വ്യക്തി പറയുന്നതിന്റെ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ? ഇത് കുട്ടികൾ അത്രയധികം പുരോഗമിച്ചു എന്നതിന്റെ തെളിവാണെന്നുള്ളതാണ്. കുട്ടികളുടെ പുരോഗമനത്തിന്റെ അളവുകോലാണ് ഇത്തരം ജെൻഡറുകളെല്ലാം അവർ അംഗീകരിക്കുന്നു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ പുരോഗമനമായി കാണുന്ന ആളുകൾ അല്ലെ, വളരെ കൃത്യമായി പറഞ്ഞാൽ 4 കാര്യങ്ങളിലേക്ക് ഇതിനെ ചുരുക്കാൻ പറ്റും. ചില ആളുകൾ പറയുന്നുണ്ട് ഇത് പുരോഗമനമാണ് എന്ന്. ഇത് പുരോഗമനമാണോ? അല്ല. ചിലർ പറയുന്നുണ്ട് ഇത് ശാസ്ത്രീയമാണ് എന്നുള്ളത്, ഇതിന് ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ട് എന്നത്. ഇത് ശാസ്ത്രീയമാണോ? ഒരിക്കലുമല്ല. ചിലർ പറയുന്നുണ്ട് ഇത് രണ്ടുപേരുടെ സ്വകാര്യതയല്ലേ, സ്വകാര്യത നമ്മൾ കണ്ടാ പോരെ എന്ന് പറയുന്നുണ്ട്. ഇത് സ്വകാര്യതയായി കാണാൻ പറ്റുന്ന വിഷയമാണോ? ഒരിക്കലുമല്ല. ഇനി 4മതായി ചിലർ പറയുന്നുണ്ട് ഇത് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒന്നല്ലേ, വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവരോട് നമുക്ക് പറയേണ്ടത് ഇത് സ്വാഭാവികമായ ഒന്നല്ലേ അല്ല. ഈ രൂപത്തിൽ ശാസ്ത്രീയമല്ല, പുരോഗമനമല്ല, സ്വകാര്യതയല്ല, സ്വാഭാവികവുമല്ല. ഇത് 4 നമ്മൾ ഇവിടെ തുറന്നു കാണിക്കാൻ പോവുകയാണ്. ഒന്നാമതായി പരിശോധിക്കാം, ഇത് പുരോഗമനമാണോ? ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് പുരോഗമനത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. കുറച്ച് പിന്നെ രാഷ്ട്രങ്ങളുടെ കണക്കൊക്കെ പറയും. അതായത് പിന്നെ ഇത് ലീഗലാക്കിയ കുറെ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ലോകാടിസ്ഥാനത്തിൽ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ കുറേ രാജ്യങ്ങളിൽ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നത്, സ്വവർഗ ലൈംഗികത എന്നുള്ളത് അത് ലീഗലാണ്, അത് നിയമപരമാണ്. അതുകൊണ്ട് ഇത് പുരോഗമനത്തിന്റെ ഭാഗമല്ലേ, നമ്മളും അങ്ങനെ പുരോഗമിക്കേണ്ടെന്ന് പറയണത്. നമ്മൾ ആലോചിച്ച് നോക്കണം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് നിയമവിധേയമാക്കിയത് വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ. ലോക രാജ്യങ്ങൾ മൊത്തം നോക്കുകയാണെങ്കിൽ അതിൽ 17% രാജ്യങ്ങളിലാണ് ഇത് നിയമവിധേയമാക്കിയിട്ടുള്ളൂ. ഈ നിയമവിധേയമാക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ തന്നെ ഭൂരിഭാഗവും യൂറോപ്പിലുള്ള രാജ്യങ്ങളാണ്. ഇനി ഇതിന്റെ ഒരു വലിയ വസ്തുത നമുക്ക് അറിയാൻ കഴിയും. ഈ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ തന്നെ ഇത് നിയമവിധേയമാക്കാനുള്ള കാരണം കൂടി നമ്മൾ അറിയണം. ഇത് നിയമവിധേയമാക്കണമെങ്കിൽ ഇതുകൊണ്ടൊരു പ്രശ്നവുമില്ല, പ്രത്യേകതവുമില്ല, ഇത് ശാസ്ത്രീയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ നിയമവിധേയമാക്കുക. ഒരു സംഗതി നിയമവിധേയമാക്കണമെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാവരുത് അല്ലേ. ഇപ്പോ കഞ്ചാവ് നിയമവിധേയമാക്കണം എന്ന് പറയുന്ന കുറെ ആളുകൾ നമുക്ക് കാണാൻ കഴിയും അല്ലെ. അത്തരം ചില ലിബറൽ ഉഡായിപ്പിന്റെ ആൾക്കാരൊക്കെ ഇനിയിപ്പോ അവരുടെ വാദപ്രകാരം കഞ്ചാവ് നിയമവിധേയമാക്കി എന്ന് വിചാരിക്കുക, ഇവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്ന നിയമമാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിയെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് പറയാൻ കഴിയുമോ? ഇത്തരത്തിൽ വലിയ പ്രൊപ്പഗാൻഡ ഉപയോഗിച്ചുകൊണ്ട് അത് ലീഗലാക്കി നിയമവിധേയമാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സ്വവർഗരതി പോലുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ചില രാജ്യങ്ങൾ നിയമവിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ 17% രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇന്ന് ആ രാജ്യങ്ങളിൽ പലരും തിരിഞ്ഞു നടക്കുകയാണ്. ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന പോലെ പലരും ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ നിയമവിധേയമാക്കിയത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ബർമൂഡ അടക്കമുള്ള ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ന് നിയമവിധേയമാക്കിയത് വീണ്ടും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യമായി കണക്കാക്കുന്നുണ്ട്. റഷ്യൻ ഗവൺമെന്റ് പറഞ്ഞത് ഇതൊരു എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമാണ്, ഇതൊരു തീവ്ര ചിന്താഗതിക്കാരാണ് ഇത്തരത്തിൽ LGBTQ ആളുകൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രൊപ്പഗാൻഡയും ആക്ടിവിസവും നടക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് പുരോഗമനമാവുക? ലീഗലാക്കിയ പല രാജ്യങ്ങൾ തിരിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ പുരോഗമനമാവും? രണ്ടാമത് ആലോചിച്ച് നോക്കണം, ഇതിന് പിന്നിൽ വലിയൊരു പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, വോൾഫ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ പട്ടി ആയിക്കൊണ്ടും പൂച്ചയായിക്കൊണ്ടൊക്കെ ഐഡന്റിഫൈ ചെയ്ത ആളുകൾ. മനുഷ്യർ പിന്നീട് വോൾഫും പട്ടിയും പൂച്ചയൊക്കെ ആവുന്നത് പുരോഗമനത്തിന്റെ അളവുകോലാണോ? ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഒന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ ഈ LGBTQ ആളുകൾ, ലെസ്ബിയൻസും ഗെയ്സുമായിട്ടുള്ള ആളുകൾ ആലോചിച്ച് നോക്കൂ. ലെസ്ബിയൻ എന്ന് വെച്ചാൽ സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുന്ന, ലൈംഗിക ആകർഷണം തോന്നാമെന്ന് പറയുന്ന ആളുകൾ.
ഇനി ഗേ എന്ന് വെച്ചാൽ പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നും അത് വലിയ സ്വാഭാവികമായ ഒന്നാണ് എന്നും പറയുന്ന ആളുകൾ, ഇവർക്ക് ഭാവിയിൽ മക്കൾ ഉണ്ടാവുമോ? സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇവർ അഡോപ്ഷനിലൂടെയും മറ്റും എടുക്കുന്ന പല കുട്ടികളുമായിരിക്കും ഇവരുടെ മക്കൾ എന്ന് അറിയപ്പെടുന്നത് പിന്നീട് പോകുന്നത് അല്ലേ. ഇങ്ങനെ പിന്നെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം മക്കൾ എടുക്കാൻ പറ്റുന്ന റീപ്രൊഡക്ഷൻ എന്നൊരു സംഗതി നടക്കാത്ത രൂപത്തിൽ ഒരു ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവർ പറയുന്ന സോ കോൾഡ് പുരോഗമനം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു തലമുറ ഉണ്ടായി വരിക എന്നുള്ളതാണ് നമ്മുടെ പുരോഗമനത്തിന്റെ അളവുകോല്. ഏറ്റവും അധികം മാൻ പവർ ഉണ്ടാവുക, ഹ്യൂമൻ റിസോഴ്സുകൾ ഉണ്ടാവുക, അവർ നന്നായി ഉപയോഗപ്പെടുത്തുക എന്നൊക്കെയാണ് പുരോഗമനത്തിന്റെ അളവുകളായി കാണേണ്ടത്. മറിച്ച് ഹ്യൂമൻ റിസോഴ്സേ ഇല്ലാത്ത രൂപത്തിൽ മാറുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ ചിന്താഗതി എത്തുന്നുള്ളതാണ്. ഇത് ഒരിക്കലും നമുക്ക് പുരോഗമനമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടാമതായിക്കൊണ്ട് ചിലർ പറയുന്നുണ്ട്, ഇത് ശാസ്ത്രീയമാണല്ലോ, LGBT എന്ന് വെച്ചാൽ അതിന് ശാസ്ത്രത്തിന്റെ പിൻബലമുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശാസ്ത്രം ചിലർ പറയുന്നുണ്ട്, പിന്നെ ഇതൊരിക്കലും ഒരു മാനസിക രോഗമൊന്നും അല്ല. നമ്മളൊക്കെ പറയുന്ന ന്യായമാണ്. പിന്നെ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ള മനസ്സിൽ തോന്നലായതുകൊണ്ട് തന്നെ അതൊരു മാനസിക രോഗമായി കണക്കാക്കണം എന്ന് പറയുന്ന ആളുകൾ, ഇതിനെതിരെ അവർ പറഞ്ഞ ന്യായം എന്താ വെച്ചാൽ ഇതൊരിക്കലും ഒരു മാനസിക രോഗമല്ല എന്നുള്ളതാണ്. 1973 DSM എന്ന അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന്റെ മെന്റൽ ഡിസോർഡേഴ്സിന്റെ ഒരു പട്ടിക, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് മാനുവൽ ഫോർ മെന്റൽ ഡിസോർഡേഴ്സ് എന്നുള്ള DSM-ലെ 5ാമത്തെ പുതുക്കിയ പതിപ്പ്, അതായത് മനോരോഗങ്ങളുടെ ഒരു പട്ടിക പുറത്തിറക്കാറുണ്ട് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ. ആ പട്ടികയിൽ അതിന്റെ 5ാമത്തെ വേർഷൻ 1973 വരുന്നതിന് മുമ്പ് വരെ അതിന് 4 വേർഷനിലും ഈ സാധനം ഹോമോസെക്ഷുവാലിറ്റി എന്നത് ഒരു മാനസിക രോഗമായി കണക്കാക്കപ്പെട്ട സാധനമാണ്. പിന്നീട് 5ാമത്തേതിലേക്ക് വന്നപ്പോൾ ഈ സാധനം മാനസിക രോഗമായിട്ട് കണക്കാക്കിയിട്ടില്ല. ആ ലിസ്റ്റിൽ നിന്ന് ആ സാധനം വെട്ടി. ഇവർ പറയാണ്, ലിസ്റ്റിൽ നിന്ന് വെട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരിക്കലും ഇത് മാനസിക രോഗമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാണ് അത് മാനസിക രോഗത്തിന്റെ പട്ടികയിൽ വെട്ടിയെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. 1969 അടക്കമുള്ള സ്റ്റോൺ വാൾ കലാപങ്ങൾ, ന്യൂയോർക്ക് സിറ്റിയിലെ സ്റ്റോൺ വാൾ റയറ്റ് അടക്കം നടന്ന സമയത്ത് ആ രൂപത്തിൽ വലിയ പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഗേ റൈറ്റ് ആക്ടിവിസ്റ്റ് മൂവ്മെന്റ് ആളുകൾ, അല്ലെങ്കിൽ സ്വവർഗരതിക്ക് വേണ്ടി, സ്വവർഗ ലൈംഗികതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ അവരുടെ വലിയ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കി അവർ ഈ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന ഡോക്ടർമാരുടെ സംഘടനയിലടക്കം മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട്, സ്വവർഗരതിക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ കൂടുതൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആ സൈക്യാട്രിക് അസോസിയേഷനിൽ കയറിക്കൊണ്ട് അവർ 1973 ഈ പട്ടിക പുതുക്കുമെന്ന് അറിഞ്ഞപ്പോൾ അതിനു മുമ്പ് വലിയ കലാപങ്ങൾ അഴിച്ചുവിട്ട് കല്ലേറും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ പട്ടികയിൽ നിന്ന് ഈ സാധനം മാറ്റണം, കാരണം ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് വാദിച്ചുകൊണ്ട് ശാസ്ത്രീയമായി ഒരു രോഗമായി പിന്നെ സ്ഥിരീകരിച്ച ഒരു സംഗതിയെ അത് രോഗമല്ല എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവ് വേണം അല്ലെ, ആർക്കും ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് ശാസ്ത്രീയമായ ഒരു പഠനങ്ങളും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, വോട്ടിനിട്ടുകൊണ്ട് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ പുതുതായി മെമ്പർഷിപ്പ് എടുത്ത കുറെ അനുകൂലിക്കുന്ന ആളുകൾ അവർ കയറി വോട്ടിനിട്ടുകൊണ്ട് ഈ സാധനം പിന്നെ ലൈംഗിക രോഗമല്ല, ഒരു മനോവൈകൃതമല്ല എന്ന് പറഞ്ഞ് മാറ്റുന്നൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഇറ്റ്സ് നോട്ട് പിന്നെ മെഡിക്കൽ ഡിസിഷൻ, ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് ഇവരുടെ തന്നെ ആളുകൾ പല പിന്നെ ബുക്കുകളും പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റുന്ന വാർത്തയാണ്. ഇങ്ങനെ ഒരു മാനസിക രോഗമായ ഒരു മനോവൈകൃതമായ സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം എടുക്കാം. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് MBBS ഫോറൻസിക് മെഡിസിൻ എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ഈ ഫോറൻസിക് മെഡിസിനിൽ ഈ പിന്നെ ഒരു 3-4 വർഷം മുമ്പ് വരെ ഈ ഹോമോസെക്ഷുവാലിറ്റി ഒരു മനോവൈകൃതമായിക്കൊണ്ട് ഒരു അൺനാച്ചുറൽ ഒഫൻസ് ആയിക്കൊണ്ടാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ഇത് ഇവരുടെ ചിന്തകൾക്ക് വിരുദ്ധമാണ് എന്നും ഞങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതാണെന്ന് പറഞ്ഞ് കുറേയധികം ആളുകൾ അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിക്കൊണ്ട് പിന്നെ സ്വാതന്ത്ര്യവും പിന്നെ ജനാധിപത്യവും സോഷ്യലിസം ഒക്കെ പറയുന്ന ആളുകൾ ഇവർ മുന്നോട്ട് വന്ന് മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ട് ഫോറൻസിക് മെഡിസിൻ ടെക്സ്റ്റ് ബുക്കിലെ അത് എഴുതിയ പ്രൊഫസറെ ഖരാവോ ചെയ്തുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് ഈ സാധനം ആ ടെക്സ്റ്റ് ബുക്കിൽ നീക്കം ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശാസ്ത്രീയമായ ഒരു സംഗതി ഒരു തെറ്റാണ് എന്ന സംഗതി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാധനമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി തന്നെ കൗണ്ടർ ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പകരം വരുന്നത് ഫാഷിസത്തിന്റെ രൂപത്തിലാണ്. ഇനി മൂന്നാമതായിക്കൊണ്ട് ഇത് പിന്നെ ഹോമോസെക്ഷുവാലിറ്റി എന്നത് അത് ഒരു ഗേ ജീൻ ഉണ്ട് എന്ന് പറയുന്നൊരു വാദം നമുക്ക് കാണാൻ കഴിയും. 1993 ഗേ ജീൻ എന്ന് പറയുന്ന ഒരു ജീൻ ഇത്തരം ആളുകൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു വാദം നമുക്ക് കാണാൻ കഴിയും. അതായത് പിന്നെ ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് ലൈംഗിക ബന്ധത്തിൽ പിന്നെ ഒരു സ്വാഭാവികമായ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് എന്നാണ് ഒരു പറയാ. ഞാനൊരു പുരുഷനാണെങ്കിൽ എനിക്ക് മറ്റൊരു പുരുഷനോട് ഒരു ആകർഷണം തോന്നുകയാണെങ്കിൽ അത് സ്വാഭാവികമാണ്, കാരണം അതിനൊരു ജീൻ ഉണ്ട് എന്ന ഒരു വാദം ഇവർ പറയാറുണ്ട്. നമുക്ക് പരിശോധിച്ച് നോക്കാം. 1993 ഗേ ജീൻ എന്നൊരു ജീൻ ഉണ്ട് എന്ന് ഇവർ പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് പുറത്തു വന്നത്. അതൊരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തമല്ല, ഒരു പിന്നെ ഹൈപ്പോത്തസിസ് മാത്രമായിരുന്നു, ജസ്റ്റ് മുന്നോട്ട് വെച്ച ഒരു ആശയം മാത്രമായിരുന്നു. പിന്നീട് 1993 ശേഷം വളരെ മാസീവായ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്.
ഗേ ജീൻ എന്നൊരു സംഗതി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വലിയ പഠനങ്ങൾ നടന്നു. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നേച്ചർ പോലുള്ള പല ജേർണൽസ് നമുക്ക് കാണാൻ കഴിയും. ദർ ഈസ് നോ സച്ച് ഗേ ജീൻ എന്നുള്ള പല പഠനങ്ങളും എവിഡന്റ് ആയിക്കൊണ്ട്. ഇന്നൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾ, ഒരിക്കലും ഗേ ജീൻ എന്നൊരു സംഗതി ഇല്ല എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ശാസ്ത്രീയമായി ഒരു അടിത്തറയും ഇത്തരം വാദങ്ങൾക്ക് ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതുപോലെ സെക്സും ജെൻഡറും രണ്ടാണോ ഒന്നാണോ എന്നുള്ള ചർച്ച 1960കളിൽ ആരംഭിച്ചിട്ടുണ്ട്. സിമോൺ ഡി ബോവെ എന്ന ഒരു ഫ്രഞ്ച് എഴുത്തുകാരി, ഫിലോസഫിസ്റ്റ്, അവർ പറയുന്നത് വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ എന്നുള്ളതാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ഒരിക്കലും സ്ത്രീയോ പുരുഷനോ അല്ല, പക്ഷെ പിന്നീട് ആയിത്തീരുകയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എനിക്കറിയില്ല. വളരെ പച്ചയായി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഒരു പുരുഷൻ, ഞാനിപ്പോൾ ഒരു പുരുഷനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സാമൂഹികമായ ഒരു പരിവർത്തനത്തിലൂടെ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആയിക്കൊണ്ട് ഞാൻ മാറിയതാണ്. അല്ലാതെ ജന്മന എനിക്ക് പുരുഷന്റെ ലൈംഗികാവേ ഉള്ളതുകൊണ്ടല്ല ഞാൻ പുരുഷനാവുന്നത്, അല്ലെങ്കിൽ ശാരീരികമായി പുരുഷനായത് കൊണ്ടല്ല ഞാൻ പുരുഷനാവുന്നത്. അത് സൊസൈറ്റി ഉണ്ടാക്കിയെടുത്ത ഒരു കൺസ്ട്രക്റ്റ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. ഒരുപക്ഷെ നമുക്കൊക്കെ നാളെ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയെ ലേബർ റൂമിന്റെ മുമ്പിൽ നിന്ന് പുറത്തൊരു സിസ്റ്റർ ഇങ്ങനെ കൊണ്ടുവന്നിരുമല്ലോ, ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ പറയാണ് കൺഗ്രാറ്റ്സ് ഇറ്റ്സ് എ ബേബി ബോയ്. ഒരു ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ പറയാ അല്ലെ, ഇനി ഒരു പെൺകുട്ടിയാണെങ്കിലോ കൺഗ്രാറ്റ്സ് ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന് പറയും. ഇത് പറയുന്നത് തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നാണ് ഇവരുടെ വാദം. അങ്ങനെ ഒരു വാദം നമുക്ക് പറയാൻ പാടില്ല എന്ന്. കാരണം ആ കുട്ടിയുടെ ലൈംഗികാവയം നോക്കിയിട്ടല്ല ജെൻഡർ തീരുമാനിക്കേണ്ടത്. ഭാവിയിൽ ആ കുട്ടി ഇങ്ങനെ വളർന്ന് വന്ന് അവൾ സ്വയം തീരുമാനിക്കേണ്ടതാണ് ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ഈ രൂപത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്സും ജെൻഡറും എന്നാൽ അത് സാമൂഹ്യ നിർമ്മിതിയാണെന്ന് പറയുന്ന വാദം. ഇനി മറ്റൊരു വാദം നമുക്ക് നോക്കാം. ഇത് സ്വകാര്യതയല്ലേ എന്നുള്ളതാണ്. ഒരു പുരുഷനും മറ്റൊരു പുരുഷനുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് അവരുടെ സ്വകാര്യതയല്ലേ, അത് അവർ തമ്മിൽ ചെയ്യുന്ന ഒരു റൂമിൽ കഥ കടിച്ച് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലേ. നമ്മളിപ്പോൾ എന്തിനാ അതിനൊക്കെ എതിർക്കാൻ പോകുന്ന ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. MDMA ഉപയോഗിക്കുന്ന വ്യക്തി ഇതേ വാദം ഉന്നയിച്ചാലോ? MDMA പോലെ ലഹരി വസ്തു ഉപയോഗിക്കുന്ന വ്യക്തി പറയാണ്, ഞാനിപ്പോൾ ചെയ്യുന്നത് MDMA ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമല്ല, ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് സ്വകാര്യതയിൽ ഞാൻ മാറി ചെയ്യുന്നൊരു സംഗതിയല്ലേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? ഇതുപോലെ സ്വകാര്യതയല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം ഇത് യഥാർത്ഥത്തിൽ വൈകൃതങ്ങളാണ്, നമ്മുടെ അവകാശങ്ങളായി കാണാൻ കഴിയാത്ത സംഗതികളാണ്. വളരെ കൃത്യമായി പറയാം. ഒന്ന്, വളരെ അധികം പകർച്ചവ്യാധികൾ ഈ സ്വർഗ ലൈംഗികതയിലൂടെ അല്ലെങ്കിൽ ഈ LGBTQ ആക്ടിവിസ്റ്റിലൂടെ പറന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. എയ്ഡ്സ് അല്ലെ, എയ്ഡ്സ് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പല പുതിയ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ പരത്തുന്ന ഇത്തരം സ്വർഗാനുരാഗികളായ ആളുകളാണെന്നുള്ളതാണ്. നമുക്കറിയാം സമൂഹത്തിൽ 1-2% ആളുകൾ മാത്രമുള്ള ഈ സ്വർഗാനുരാഗികളായ ആളുകളാണ് എയ്ഡ്സിന്റെ 40% പടർത്തുന്നുള്ള വാർത്തകൾ കാണാൻ കഴിഞ്ഞു. ആലോചിച്ച് നോക്കണം. ഹെട്രോസെക്ഷൽസ് ആയ നമ്മളെപ്പോലുള്ള ആളുകളല്ല, മറിച്ച് സമൂഹത്തിൽ 1-2% ആളുകളാണ് 40% എയ്ഡ്സ് പോലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റ് ഡിസീസുകൾ പരത്തുന്നത്. എയ്ഡ്സ് മാത്രമൊന്നുമല്ല, ഗൊണീറിയ പോലെ, സിഫിലിസ് പോലെ, ക്ലമീഡിയാസിസ് പോലെ മറ്റൊരുപാടധികം സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസ്. ഇപ്പൊ മങ്കി പോക്സ് അല്ലെ, വാനര വസൂരി എന്ന രോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ഒരു ഗ്ലോബൽ പാൻഡമിക് ആയിക്കൊണ്ട് WHO പ്രഖ്യാപിച്ചതാണ്. ഇത് ഏറ്റവും അധികം കാണുന്നത് മെയിൽ ടു മെയിൽ സെക്സിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ സ്വർഗാനുരാഗികളായ പുരുഷന്മാർക്കിടയിലാണ് എന്ന് പറയുന്ന വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുടുംബത്തിന്റെ ഒരു യൂണിറ്റിനെ തകർക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്നുള്ളത് കുടുംബമാണ്. കുടുംബത്തിന്റെ സ്ട്രക്ചറിനെ തന്നെ തകർക്കുന്ന ഒരുപാടധികം കാഴ്ചകൾ കാണാൻ കഴിയും. അതുപോലെ ഗേ ആയ രക്ഷിതാക്കളുടെ മക്കൾ, ഗേസ് ആയ രക്ഷിതാക്കൾക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല അല്ലെ, ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവില്ല. അവർ അഡോപ്റ്റ് ചെയ്യുന്ന മക്കൾക്ക് ഒരു ഉപ്പയുടെ വാത്സല്യം ലഭിക്കാതെ, ഒരു ഉമ്മയുടെ സ്നേഹം ലഭിക്കാതെ വളരുന്ന ആ മക്കൾ അവർ സമൂഹത്തിൽ ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ്. സൊസൈറ്റിയിൽ അവർക്ക് ഒരിക്കലും ആന്റി സോഷ്യൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഇത്തരം ആളുകളിലാണ് ഡിപ്രഷൻ അടക്കമുള്ള പല മാനസിക രോഗങ്ങളിലേക്ക് വരെ എത്തുന്നുണ്ട്. ഈ കുട്ടികൾ ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ അല്ലാത്തത് കൊണ്ട് തന്നെ പല അസാൻമാർഗികമായ പ്രവർത്തനങ്ങൾ, മോഷണം അടക്കമുള്ള പല തെഫ്റ്റ് ഗ്യാങ്ങുകളും അകപ്പെടുന്ന മറ്റൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയും. ഇനി വേറൊരു ആംഗിൾ നോക്കി ചിലർ പറയുന്നുണ്ട് ഇത് സ്വാഭാവികമായ സംഗതിയല്ലേ. പക്ഷെ നേരത്തെ പറഞ്ഞു നമ്മൾ ഇതൊരു ശാസ്ത്രീയമായ സംഗതിയാണെന്ന് പറഞ്ഞു, ഇതൊരു പുരോഗമനമാണെന്ന് പറഞ്ഞു ചിലർ പറഞ്ഞത് ഇതൊരു സ്വകാര്യതയല്ലേ എന്നുള്ളതാണ്. ഇനി വേറെ ചിലർ പറയുന്ന ന്യായം ഇത് സ്വാഭാവികമല്ലേ എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള വലിയ രൂപത്തിൽ LGBTQ പ്രസ്ഥാനങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുന്നത് അത് സ്വാഭാവികമായി ഉണ്ടായതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമുക്കറിയാം സെക്ഷൽ റവല്യൂഷന് മുമ്പ് 1960-കൾക്ക് മുമ്പ് അമേരിക്കയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 96% അവിടെ ഹെട്രോസെക്ഷൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെപ്പോലെ എതിർവർഗ ലൈംഗിക സ്വാഭാവികതയുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സെക്ഷൽ റവല്യൂഷന് ശേഷം 70% ഹെട്രോസെക്ഷൽസും 30%-ഓളം 4%-ൽ നിന്ന് 30%-ഓളം ഈ ഹോമോസെക്ഷൽസും വർദ്ധിച്ചു വരുന്ന വാർത്തയാണ് പിന്നീട് കണ്ടിട്ടുള്ളത്. അത്തരത്തിൽ വലിയൊരു പ്രൊപ്പഗാൻഡയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം മലപ്പുറത്ത് നടന്ന പ്രൈഡ് മാർച്ച് ചിത്രം കണ്ടു അല്ലെ, മലപ്പുറം ജില്ലയിൽ നിന്നാണ് പ്രൈഡ് മാർച്ച് ചിത്രം കണ്ടു. ഈ പ്രൈഡ് മാർച്ചുകൾ, പ്രത്യേകിച്ച് ജൂൺ മാസമാണ് പ്രൈഡ് മന്തൊക്കെ ആയിട്ട് ആചരിക്കുന്നത്. ഈ പ്രൈഡ് മാർച്ചുകൾ മുതൽ മാസ്റ്റർബേഷൻ ഡേ വരെ ആചരിക്കുന്ന ആളുകളാണ് ഇവര്. മാസ്റ്റർബേഷൻ എന്നാൽ സ്വയംഭോഗം എന്ന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഏത് വിധേനയും അധാർമികമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയം.
അതിന് വരെ ഒരു ഡേ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും ഇന്ന് മാസ്റ്റർബേഷൻ ചെയ്യണമെന്ന് പറയുന്ന രൂപത്തിലേക്ക് അതപ്പതിച്ച് പോയിട്ടുണ്ട് ഇവര്. പ്രൈഡ് മാർച്ചുകൾ നടത്തുമ്പോൾ നമ്മൾ കണ്ട പോലെ തന്നെ അർദ്ധനഗ്നയായ സ്ത്രീകൾ, പുരുഷ വേഷം ധരിച്ച സ്ത്രീകളും സ്ത്രീ വേഷം ധരിച്ച പുരുഷന്മാരും അങ്ങനെ പിന്നെ അവിടെ വന്ന് ആഭാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങാടിയിൽ വെച്ചിട്ട്. ഒരിക്കലും കുട്ടികളെ പോലും പിന്നെ കൊണ്ടു നടക്കാൻ കഴിയാത്ത ആ രൂപത്തിൽ വൾഗറായിട്ടുള്ള രൂപത്തിൽ ഇവരുടെ പ്രകടനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായ പ്രൊപ്പഗാൻഡ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് വലിയ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് വന്നൊരു സിനിമ അല്ലെ, മമ്മൂട്ടിയെ പോലെ ഒരു സിനിമ നടനൊക്കെ ഇത്തരം ആശയങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ആളുകളായി വന്നുകൊണ്ട് അവർ പറഞ്ഞ കുറെ ന്യായങ്ങളുണ്ട് അല്ലെ. സ്വർഗ ലൈംഗിക എന്നുള്ളൊരു പ്രശ്നമൊന്നുമല്ല എന്ന് പറയുന്ന രൂപത്തിലേക്ക് അത്തരം സിനിമകൾ വരെ വരുന്നൊരവസ്ഥ. അല്ലെങ്കിൽ പിന്നെ പല ബ്ലോഗർമാരും കുട്ടികളുടെ അടുക്കൽ പോയി ഇന്റർവ്യൂ ആണ് സ്കൂളിലൊക്കെ, പിന്നെ സ്വർഗ ലൈംഗിക ഒരു പ്രശ്നമാണോ കുട്ടികൾ ചോദിക്കുക, അത് പ്രശ്നമൊന്നുമല്ല എന്ന് പറയുന്ന രൂപത്തേക്ക് നിരന്തരം ഈ ചോദ്യങ്ങളും ഇത്തരം ആരോപണങ്ങളും ഫാക്ടുകളും കുട്ടികളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതിന്റെ അശാസ്ത്രീയമായ വസ്തുതയോ ഇപ്പൊ പറഞ്ഞ പല ആംഗിളുള്ള കാര്യങ്ങളോ മറച്ചു വെച്ചുകൊണ്ട് ഇതൊന്നും പഠന വിധേയമാക്കാനുള്ള സൗകര്യം പോലും ഒരുക്കാത്ത രൂപത്തിൽ ഈ ആക്ടിവിസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രൊപ്പഗാൻഡ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഇത് നമ്മളെ കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ്, നമ്മുടെ കുടുംബത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്, ഈ സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്, നാളത്തെ തലമുറയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഇതിന്റെ ഗൗരവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.